ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു നാടൻ ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പി നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ്റെ റെസിപ്പിയാണിത്. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കനുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത്. ചിക്കൻ പെരട്ട് റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കിയെടുക്കാം. നോൺ സ്റ്റിക്ക് പാൻ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ട് ഇത് ചൂടാക്കി എടുക്കണം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഇളക്കി നന്നായൊന്ന് മൂപ്പിച്ചെടുക്കണം. മല്ലിയുടെയും മുളകിൻ്റെയൊക്കെ നല്ല മണം വരാൻ തുടങ്ങുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. കൈയെടുക്കാതെ ഇളക്കി വേണം ഇത് മൂപ്പിച്ചെടുക്കാൻ. മസാല ഒട്ടും കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇതുപോലെ നല്ല രീതിയിൽ ബബിൾസ് വരാൻ തുടങ്ങുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇത് ചൂടാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. 1 കിലോ കഴുകി വൃത്തിയാക്കിയ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ മൂപ്പിച്ച് മാറ്റി വെച്ച മസാല പകുതി ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാള ഫൈനായിട്ട് കൊത്തിയരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് ചിക്കൻ നന്നായി മാരിനേറ്റ് ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തും മസാല പിടിക്കുന്ന രീതിയിൽ നന്നായി മാരിനേറ്റ് ചെയ്ത ശേഷം ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. എന്നാലാണ് ചിക്കൻ പെരട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂറാകുന്ന സമയത്ത് ഒരു കാസ്റ്റ് അയൺ ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കാം. ചട്ടി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം ഒന്ന് പൊട്ടിച്ചെടുക്കണം. പെരിഞ്ജീരകം നന്നായി ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് നന്നായൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ബ്രൗൺ കളറാകുന്നത് വരെ ഇത് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പെരിഞ്ജീരകത്തിൻ്റെയൊക്കെ സ്മെല്ല് വരാൻ തുടങ്ങുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. ഇതുപോലെ കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് 250 ഗ്രാം ചെറിയുള്ളി ചതച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. 1 കിലോ ചിക്കന് 250 ഗ്രാം ചെറിയുള്ളിയാണ് വേണ്ടത്. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ചെറിയുള്ളി നല്ല ട്രാൻസ്പെറൻ്റായി കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കാം. ചെറിയുള്ളി കളറൊക്കെ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1 മുറി തേങ്ങയുടെ തേങ്ങാക്കൊത്തുമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നല്ല നീളത്തിൽ കൊത്തിയെടുത്ത തേങ്ങാക്കൊത്താണ് കേട്ടോ ഇത്. ഇതുകൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. തേങ്ങാക്കൊത്ത് ചേർത്ത് 2-3 മിനിറ്റ് ഇതുപോലെ നന്നായി വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത ശേഷം ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആദ്യം മൂപ്പിച്ച് വെച്ച മസാലയുടെ ബാക്കിയുള്ളതാണ്. ബാക്കിയുള്ളത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയും മുളകും മൂപ്പിച്ച മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് 1 തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം.
ഒരു വലിയ തക്കാളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ചെറിയ തക്കാളിയാണ് എടുക്കുന്നതെങ്കിൽ 2 തക്കാളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. തക്കാളി ഒന്ന് കുക്കായി കിട്ടുന്നതിന് വേണ്ടി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കണം. തക്കാളി നന്നായി കുക്കായി കിട്ടുന്നതിന് വേണ്ടി ഇതൊന്ന് കുറച്ച് നേരം അടച്ചു വയ്ക്കാം. 2-3 മിനിറ്റ് കവർ ചെയ്ത് വെക്കുമ്പോൾ തക്കാളി നന്നായിട്ട് കുക്കായി കിട്ടും. ഇപ്പോൾ തക്കാളി ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചിക്കൻ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ചിക്കൻ ചേർത്ത് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ഇതുപോലെ നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്കാക്കി ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ ചട്ടി അടിഭാഗം കുറച്ച് കുഴിഞ്ഞതായതുകൊണ്ട് ഇൻഡക്ഷൻ കുക്ക് ടോപ്പിൻ്റെ അടിഭാഗത്ത് മാത്രമാണ് ചൂട് കിട്ടുന്നത്. അതുകൊണ്ട് ഞാനിത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ഗ്യാസ് സ്റ്റൗവിൽ വെച്ചാണ് ബാക്കി ഭാഗം കുക്ക് ചെയ്തെടുത്തത്. ഏകദേശം ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു പരുവത്തിൽ റെഡിയായി കിട്ടും. മീഡിയം ഫ്ലെയിമിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതിലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി നല്ലോണം എണ്ണ തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ചിക്കൻ ബരട്ട് റെഡിയാക്കി എടുക്കേണ്ടത്. ഇങ്ങനെ ചിക്കൻ നന്നായി എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 2-3 മിനിറ്റ് നല്ലോണം ഇളക്കി കൊടുക്കണം. മസാലപ്പൊടി ചേർത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് 2-3 മിനിറ്റ് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ചിക്കൻ ബരട്ട് റെഡിയായി കിട്ടും. ദാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബരട്ട് ഇപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണെന്ന്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഇത് ചൂടോടെ തന്നെ സെർവിങ് ബൗളിലേക്ക് മാറ്റാം. വിരുന്നുകാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.